ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് നല്ല സുന്ദരിയായിട്ടുള്ള അസാലിയ ചെടികളുടെ അടിപൊളിയായിട്ടുള്ള ഒരു കോംബോ ഓഫർ കാണാം കേട്ടോ. ഈ ഒരു ഓഫറിൽ 5 വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലെ തിക്ക് പെറ്റൽസിൽ ഫ്ലവേഴ്സ് വരുന്ന അസാലിയ പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ. ഈ പ്ലാന്റ്സ് നമ്മൾ കെയർ ചെയ്യുന്നത് പോലെയാണ്, ഒരുപാട് പ്രൂണിങ് ഒന്നും നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. ചില വെറൈറ്റീസ് ഇതുപോലെ തിക്കായിട്ട് വരും, ചിലത് കുറച്ചും കൂടി ഇങ്ങനെ സ്ലിം ആയിട്ട് വരുന്നതും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വളങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് ചെയ്ത് കൊടുക്കുക, എന്നാലാണ് ഇതുപോലെ നല്ല തിക്കായിട്ട് പ്ലാന്റ്സ് വന്നിട്ട് നിറയെ ഇതുപോലെ പൂക്കളുണ്ടാവുന്നത്. ചെടികൾക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു കെയറിങ് കൊടുക്കുന്നില്ല, വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്നത് പോലെ ഉള്ള സാഹചര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അത് കോല് പോലെ ഇങ്ങ് വളർന്നു വരും. അതല്ല, നമ്മൾ തുടക്കത്തിൽ മുതൽ അതിന് NPK പോലെയുള്ള ഫെർട്ടിലൈസേഴ്സൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, ചോട് വശത്ത് നല്ല കമ്പോസ്റ്റും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചെടികൾക്ക് നല്ലൊരു മാറ്റം നമുക്ക് കാണാം. കാൽഷ്യം നൈട്രേറ്റൊക്കെ വളരെ നല്ലതാണ് ഈ ചെടികൾക്ക്. മഴവെള്ളം വീഴാതിരിക്കാനും ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പൊതുവെ മഴവെള്ളം വീഴുന്ന ചെടികളിൽ പൂക്കളുടെ എണ്ണം കുറയാറുണ്ട്. അതുകൊണ്ട് മഴവെള്ളം വീഴിക്കേണ്ട, നമ്മൾ അല്ലാത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു പാർഷ്യൽ ഷെയ്ഡിൽ, അതായത് കംപ്ലീറ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തല്ല, എന്നാൽ ഭയങ്കരമായിട്ട് ഷെയ്ഡായിട്ടുള്ള ഏരിയയിലും അല്ലാത്ത സ്ഥലത്താണ് ഈ പ്ലാന്റ് നന്നായിട്ടിരുന്ന് പൂക്കളുണ്ടാവുന്നത്. ചില ക്ലൈമറ്റിൽ മാക്സിമം സൺലൈറ്റിലും ഇത് പൂവിടാറുണ്ട്, നന്നായിട്ട് പൂക്കളുണ്ടാവാറുണ്ട്. പക്ഷേ ചില ക്ലൈമറ്റിലേക്ക് അങ്ങനെ ആവില്ല കേട്ടോ. നമ്മൾ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പ്ലാന്റ്സിൻ്റെ കറക്റ്റായിട്ടുള്ള സൈസ് എത്രയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ കണ്ടോ, ഇതൊക്കെ നമുക്ക് സെയിലിന് വരുന്ന സൈസാണ്. ഇപ്പോൾ ഉള്ളത് ഇതിനേക്കാളും നല്ല സൈസാണ്. ഇപ്പോൾ പൂവില്ല, പക്ഷേ നല്ല സൈസിലുള്ള പ്ലാന്റാണ്. ഈ ഒരു സൈസ് ആകുമ്പോഴേ പൂക്കളുണ്ടാവും. ഇതുപോലെ പൂക്കളുണ്ടായി കിട്ടാനായിട്ട് നിങ്ങൾക്ക് NPKയും DAP ഒക്കെ ഉപയോഗിക്കാം. മെച്ചുറായിട്ടുള്ള പ്ലാന്റിന് DAP ഉപയോഗിക്കാം. വൈറ്റ് ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് നമുക്ക് വളം ഡിപ്പോകളിൽ വാങ്ങാനായിട്ട് കിട്ടും. നോക്കിയിട്ട് വാങ്ങിയാൽ മതി. നല്ലൊരു ഫെർട്ടിലൈസറാണ്, നിറച്ചും പൂക്കളുണ്ടായി കിട്ടും കേട്ടോ. മെച്ചുർ ആവാത്ത, അതായത് ബേബി പ്ലാന്റ്സിന് കൊണ്ടുപോയിട്ട് നമ്മൾ DAP ഒന്നും ഇട്ട് കൊടുക്കരുത്. പക്ഷേ മെച്ചുറായിട്ടും പൂക്കൾ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ DAP പോലത്തെ ഫെർട്ടിലൈസേഴ്സ് വളരെ നല്ലതാണ്. നമ്മൾ ഈ പൂക്കൾ കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഇതുപോലുള്ള ചെടികളൊക്കെ വാങ്ങി വളർത്തുന്നത്. അല്ലെങ്കിൽ ഇലകൾ കാണാൻ വളരെ മനോഹരമായിട്ടുള്ള ചെടികളായിരിക്കണം. ഇതിൻ്റെ പൂക്കൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങി വളർത്തുന്നത്. അപ്പോൾ പൂവിടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ ഫെർട്ടിലൈസേഴ്സൊക്കെ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം കളേഴ്സ് അസാലിയ പ്ലാന്റ്സിൽ ഉണ്ട് എന്നുള്ളത്. ഇതിൻ്റെ റെഡിൽ പിങ്കിലൊക്കെ ആണെങ്കിലും കുറേ വെറൈറ്റീസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തിക്കായിട്ട് പെറ്റൽസ് ഉണ്ടാകുന്ന വെറൈറ്റീസാണ് കൂടുതലും തരുന്നത്. ഇതിൻ്റെ സിംഗിൾ പെറ്റൽസിലുള്ള പ്ലാന്റ്സും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡബിൾ പെറ്റലിൽ പൂക്കളുണ്ടാവുന്ന, അല്ലെങ്കിൽ നല്ല കട്ടിക്ക് പെറ്റൽസ് ഉണ്ടാവുന്ന റോസാപ്പൂക്കൾ പോലെ പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പിലുള്ള വെറൈറ്റീസാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല മെച്ചുറായിട്ടുള്ള പ്ലാന്റ്സാണിത്. ഇതിൽ നിറച്ചും പൂക്കളുണ്ടായി കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നല്ല വലിപ്പത്തിലുള്ള പോട്ടിൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മഴവെള്ളമൊന്നും വീഴാതെ നമുക്ക് സേഫായിട്ട് വെക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ മണ്ണിൽ തടമെടുത്ത് നടുന്നതും വലിയ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വരുമ്പം അത് ചെടീനെ ചെറിയ രീതിയിലൊക്കെ ബാധിക്കും. അതല്ലെങ്കിൽ വലിയ പോട്ടിലോ അല്ലെങ്കിൽ നല്ല വലിപ്പത്തിലുള്ള ഗ്രോ ബാഗ്, നല്ല കുറച്ച് നാൾ ഈട് നിൽക്കുന്ന ഗ്രോ ബാഗിലോ വെച്ച് വളർത്താവുന്നതാണ്. ഈ പ്ലാന്റ് നടാൻ ഉപയോഗിക്കുന്ന പോട്ടി മിക്സിലേക്ക് കൊക്കോപീറ്റ്, മണ്ണ്, ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ, ഡ്രൈ ആയിട്ടുള്ള ഫെർട്ടിലൈസറാണ് ഏറ്റവും നല്ലത്. പിന്നെ പോട്ടിൻ്റെ മോൾ വശത്ത്, അതായത് മണ്ണിട്ട് ഫില്ല് ചെയ്തതിൻ്റെ ടോപ്പ് വശത്ത് ചകിരിയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു തണുപ്പും നനവും നിൽക്കുകയും പൂക്കളൊക്കെ കുറേ ദിവസത്തേക്ക് നിൽക്കുകയും ചെയ്യും കേട്ടോ. പ്ലാന്റ് എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും. ഇതുപോലെയാണ് നമ്മളിപ്പോൾ സെയിലിന് കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത്. ഇതുപോലെ 5 വെറൈറ്റീസാണ് കേട്ടോ. ഇതിൻ്റെ ചുവടുവശമൊക്കെ നോക്കിയാലേ അറിയാം, നല്ല തിക്കായിട്ട് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ 5 വെറൈറ്റീസിൻ്റെ കോംബോ ഓഫറിന് 799 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ.